ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ അഫ്കോഴ്സ് ഡേ ഇൻ മൈ ലൈഫാണ്. ഞാൻ ഇതിവിടെ വയ്ക്കണ്ടേ. അപ്പോൾ പ്രൊഡക്റ്റീവ് ആട്ടോ. പക്ഷേങ്കിൽ സാധാരണ ഇവിടുത്തെ പണിയും കാര്യങ്ങളും അങ്ങനത്തെ ഒരു ഇതായിരിക്കും. ഇവിടുത്തെ പണിയും ഉണ്ട്, കൂടെ വേറൊരു പണിയും കൂടി ഉണ്ട്. അത് ഞാൻ വഴിയെ പറയാൻ എന്തൊക്കെയാണ്. ഇന്ന് രാവിലെ തന്നെ ഞാൻ ടൗണിൽ പോയി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സിം എടുത്തു, അതാണ് പ്രധാനപ്പെട്ട കാര്യം. എൻ്റെ ഒരു ഡ്രീം അച്ചീവ് ചെയ്യാൻ പോവുകയാണ് ഗൈസ്, ചെറുതായിട്ട്. അപ്പം പിന്നെ എങ്ങനെയാണെന്നൊക്കെ കാണാം, എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് കാണാം. അപ്പം ഇപ്പം എന്താ പ്രധാനമായിട്ടും അടിച്ചു വരണം, പാത്രം കഴുകണം, ആറിയിടണം. അതാണ് മെയിനായിട്ട്. അത് മൂന്നും കഴിഞ്ഞാലേ എനിക്ക് മറ്റേ പണികളൊക്കെ ഒന്ന് ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പം അത് വേഗം ചെയ്യട്ടെ. കുറച്ച് പാത്രമുണ്ട്. ഫസ്റ്റ് പാത്രം അല്ല, അടിച്ച് വാരിയത് വാരിയിട്ടെ, എന്നിട്ട് നമുക്ക് പാത്രം കേൾക്കാം. ഓക്കെ. അപ്പോൾ ഗൈസ്, അടിച്ച് വാരി കഴിഞ്ഞു. ചൂട് അപാരമാണ്, സഹിക്കാൻ പറ്റത്തില്ല. ചൂട് മീൻസ് നേരത്തെ ഒഴിക്കുന്നത് ഭയങ്കര ഇറിറ്റേഷൻ, ബാക്കി കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഗൈസ്, ഇനി അറിയിടണം. അതിന് മുന്നേ ഞാൻ കുറച്ച് വെള്ളം കുടിക്കട്ടെ. വെള്ളം പുറത്തെടുത്ത് നോക്കട്ടെ, തണുത്ത് നല്ല തണുപ്പായിരിക്കും. അപ്പോൾ വെള്ളം എടുത്ത് വെച്ചിട്ട് അറിയിട്ടിട്ട് വെള്ളം കുടിക്കാം. അല്ലെങ്കിൽ ഭയങ്കര തണുപ്പായിട്ട് കുടിക്കാൻ ഒരു സുഖം ഉണ്ടാവത്തില്ല. വെയിൽ കണ്ട ഗൈസ്, ഭയങ്കര വെയിലാണ്. ഈ വെയിലത്ത് വേണം അറിയിടാൻ. രാവിലെ എണീച്ച് അറിയിടാമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ എന്തൊക്കെയോ തിരക്കായിപ്പോയി. അപ്പോൾ ഗൈസ്, ഞാൻ എന്താ പറയുക, അടിച്ച് വാരി ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അത് ഞാൻ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, അതൊക്കെ ഞാൻ പിന്നെ വൈകിട്ടല്ല പറയാം. പിന്നെ പ്രധാനമായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാനൊരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, ഒരു ക്ലോത്തിൻ്റെതാണ്, ഗേൾസിൻ്റെത് മാത്രമാണ്. ഗേൾസിൻ്റെ ക്രോപ്പ് ടോപ്പ്, ടീഷർട്ട്, ഷർട്ട് ടീഷർട്ട്സ് ഞാനിപ്പോൾ ഇറക്കിയിട്ടില്ല. ഇപ്പോൾ ഉള്ളത് ക്രോപ്പ് ടോപ്പ്, പിന്നെ കുറച്ച് ലോങ് ആയിട്ടുള്ള ടോപ്സും. അതായത് ഇങ്ങനത്തെ കുർത്തീസല്ല, നോർമലായിട്ടുള്ള ടോപ്പ്, അത് കുറച്ച് ലെങ്തി ആയിട്ടുള്ളത്, അങ്ങനത്തേതാണ് ഇറക്കിയിട്ടുള്ളത്. അങ്ങനെ സർപ്ലസ് ആണ്. അപ്പം പക്ക ഇങ്ങനെ സൈസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ഇവിടെ വന്നിട്ട് തന്നെ എടുക്കണം. ഓൺലൈനിൽ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഓൺലൈനിൽ സെയിൽ കാര്യങ്ങൾ അതെനിക്ക് എത്രത്തോളം ഇതാവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഇവിടെ വീട്ടിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ സ്ഥലം എന്ന് വെച്ചാൽ, നമ്മളിപ്പം കണ്ണൂർ കമ്പിൽ ഓണപ്പറമ്പ് റോഡ്, പാട്ടയം ഓണപ്പറമ്പ് റോഡിലാണ് വീട് വരുന്നത്. അപ്പം അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. എല്ലാം എന്താ പറയുക, ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടില്ല. എനിക്ക് ഇനി ഒരു ഡ്രസ്സിങ് റൂം പോലെ വേണം. പിന്നെ ഒരു എന്താ പറയുക, പെയിൻ്റ് അടിക്കാനുണ്ട്. അങ്ങനത്തെ കുറച്ച് അല്ലറ ചില്ലറ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നും. അതൊക്കെ വൈകിട്ടല്ല നടക്കും. എന്നാലും ഞാൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റോക്ക് വന്നത് ഞാൻ കാണിച്ചു തരാം. പിന്നെ കുറച്ച് ഞാൻ ടോപ്സിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ ആ ഒരു ഏരിയ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോകാം.
ബാക്കിയുള്ള ഏരിയ ഒന്നും നോക്കണ്ട, അലങ്കോലമാണ്. ഇന്നലെ ഫുൾ ക്ലീൻ ചെയ്തതേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് വൃത്തികേടായിട്ടുണ്ട്. അത് സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. പിന്നെ നമ്മുടെ ഈ സ്റ്റിച്ചിങ് റൂം മാറി ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അമ്മ എല്ലാം ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ബാക്ക് ക്യാമിലിട്ട്. ഇതാണ് ഈ റൂമിൻ്റെ അവസ്ഥ. ഇതൊന്ന് അടുക്കി പെറുക്കി വെക്കണം എന്ന് കുറച്ചായി പറയണം. പക്ഷേങ്കിൽ അമ്മ സ്റ്റിച്ച് ചെയ്ത് കഴിയാണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതങ്ങനെയുണ്ട്. ഇവിടെയൊക്കെ ഉണ്ട്, കുറേ തുണികളുണ്ട്, വേസ്റ്റ് തുണികളൊക്കെ. അതൊക്കെ ഇപ്പം മറ്റേ പഞ്ചായത്തിൽ നിന്ന് വരുമല്ലോ, അവർ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം കത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. കത്തിക്കലും എല്ലാം നമ്മൾ ഇത് എന്താ പറയുക, തലക്കാണിയും അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കി വെക്കുക ചെയ്യാറ്. അപ്പം എനിവേ ഗൈസ്, നമ്മുടെ ഇതിലേക്ക് പോവാം. ഈ റൂം നിങ്ങൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇവിടെ അമ്മയുടെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ മാറ്റി ഞാൻ ഇവിടെ ഇനിയിപ്പോൾ ഇത് എടുത്തെടുത്തിട്ട് ഇവിടെ കൊണ്ടുവരും. ക്യാഷ് കൗണ്ടർ ഞാൻ ഇവിടെയാണ് പ്ലേസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഒരു ഡ്രസ്സിങ് റൂം പോലെ ഞാൻ ഉണ്ടാക്കും. പിന്നെ എന്താ, ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. ഇതൊന്നും അല്ല, ഇതിന് പെയിൻ്റ് അടിക്കാനുണ്ട്, കുറച്ച് അറ്റകുറ്റ കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഡ്രസ്സിങ് റൂമും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. അങ്ങനെ പെയിൻ്റ് അടി, അതാണ് മെയിനായിട്ട്. ഈ റൂമിൽ ഇനി അത് രണ്ടുമാണ് മെയിനായിട്ട് വേണ്ടത്. പിന്നെ ഇത് അത്ര ഫിനിഷിങ് ആയില്ല. ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരു ഓരം വരുന്നുണ്ട്. ഇതിപ്പം ഡ്രസ്സ് കീറാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്യണം. പിന്നെ എൻട്രൻസ് വരുന്നത് ഇതാണ്. ഇവിടുത്തെ ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ സ്റ്റെയർ കേസ് ഇവിടെ വെച്ചപ്പം, ഈ സ്റ്റെപ്പ് ഇവിടെ വെച്ചപ്പം ആൾക്കാർ ഇവിടുന്ന് ഇങ്ങനെ കയറി വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ അയ്യോ, എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് പരിപാടി. അപ്പോൾ ഗൈസ്, ഇതാണ് പരിപാടി. ഞാനൊരു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഒരു ചെറിയൊരു ബിസിനസ്സല്ല, ഒരു സ്റ്റാർട്ടപ്പ്. അപ്പം മെയിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ക്രോപ്പ് ടോപ്പ്, ലോങ് ടോപ്പ്, പിന്നെ ഇത് ടീഷർട്ട്സ് വരുന്നുണ്ട്. ഇപ്പം ഷർട്ട്സാണ് അധികം ഉള്ളത്. ഞാനത് ജസ്റ്റ് കാണിച്ചുതരാം. ഞാൻ കുറച്ച് മാത്രമേ ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുള്ളൂ. ഇപ്പം 2-3 ദിവസത്തിനകം ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് സെയിൽ ചെയ്ത് തുടങ്ങും. പിന്നെ എന്താ പറയുക, ഞാൻ ഇൻസ്റ്റാഗ്രാം പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, സ്റ്റാർട്ട് ചെയ്യും ഉടനെ തന്നെ. അപ്പം ഞാൻ ഇത് ഡിസ്പ്ലേ ചെയ്തത് കാണിച്ചു തരാം ഗൈസ്. ഇങ്ങനത്തെ ഷർട്ട്സ്, ഇത് ബാക്കിൽ പ്രിൻറ്റ് വരുന്നുണ്ട്, ക്യാപ്പ് വരുന്നുണ്ട്, അങ്ങനത്തെ ഷർട്ട്സ്. പിന്നെ ഇത് നോർമൽ പ്ലെയിൻ ഷർട്ട് ഉണ്ട്, ബ്ലാക്ക് ഷർട്ട്സ്. പിന്നെ ക്രോപ്പ് ടോപ്പ്, പിന്നെ ഓവറായിട്ട് ലെങ്ത്ത് കുറച്ച് കൂടി ചെയ്തിട്ടുള്ള ടോപ്പ് വരുന്നുണ്ട്. പിന്നെ എന്താ പറയുക, നേരിയ മെറ്റീരിയൽ ആയിട്ടുള്ള അങ്ങനത്തെ ഇതും വരുന്നുണ്ട്. ഇതും ഷർട്ടാണ്. ഇങ്ങനത്തെ സാധനങ്ങളാണ് മിക്കതും വരുന്നത്. പിന്നെ സൈസ് വന്നിട്ട് നമുക്ക് XL വരെ XL വരെ ഉണ്ടാവും. ഇവിടെ വന്ന് എടുക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം ട്രയൽ ചെയ്ത് ഇട്ട് നോക്കിയിട്ട് എടുക്കുന്നതായിരിക്കും ബെറ്റർ. പിന്നെ 1 പീസിന് 189, അതായത് 189 രൂപയാണ് ഒരു പീസിന് വരുന്നത്. പിന്നെ അമ്മയുടെ മാക്സ് തുണിയും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. അമ്മേൻ്റെ നിന്ന് എടുത്ത് പറയാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് വേറെ ഇത് വേറെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം സെയിൽ ചെയ്ത് ഒരുമിച്ചാണെങ്കിലും സെപ്പറേറ്റ് ആയിട്ടാണ് ബില്ലും കാര്യങ്ങൾ. എന്ന് വെച്ചാൽ അമ്മേൻ്റെ കസ്റ്റമേഴ്സ് എന്ന് വെച്ചാൽ അവരെ ഡെയിലി എടുക്കുന്നതാണ്. അത് അതും കൂടി ഇതാക്കിയാൽ അവർക്കും കൂടി ഉണ്ടാവണ്ടേ. അത് സൈഡായി പോയിട്ടുണ്ടെങ്കിൽ അതൊരിതല്ല. അത് പിന്നെ അപ്പുറത്ത് അങ്ങനെയൊക്കെ ആയാലും ഭയങ്കര ഇതല്ല. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് സെറ്റ് ചെയ്യണം അമ്മേരെ മാക്സ് തുണിയും കാര്യങ്ങളൊക്കെ. പിന്നെ ഗൈസ്, ഞാൻ എൻ്റെ മറ്റേ പണികളൊക്കെ ഒന്ന് ചെയ്ത് തീർക്കട്ടെ. അത് കഴിഞ്ഞിട്ട് എക്കോ പോയപ്പം ചെവിക്കിൻ്റെ അത് എന്തൊക്കെയോ പോയ പോലെ. അപ്പോൾ ഞാനത് ഭയങ്കര ചൂടാണ്. മേലെ ഒന്നാമത് ഇത് ഭയങ്കര ചൂടാണ്. അപ്പോൾ എനിക്ക് ചൂടെടുക്കുന്നില്ല, വേർക്കുന്നതാണ് എനിക്ക് വിഷയം. നല്ല ഡ്രസ്സിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വേർക്കില്ല, പ്രാന്ത് പിടിക്കും. അപ്പോൾ ഗൈസ്, എന്തായാലും എനിക്ക് ഇതിൻ്റെ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ചെയ്ത് തീർക്കണം. എന്നിട്ട് വേണം ഞാൻ കുറച്ചും കൂടി സ്റ്റോക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ അകത്ത് റീലായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഷോർട്സ് ആയിട്ടോ എന്തെങ്കിലും ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് ആയിരിക്കും അടുത്തടുത്ത വീഡിയോസും കാര്യങ്ങളായിട്ട് വരിക. പിന്നെ നമ്മുടെ ഷോപ്പിൻ്റെ പേര് ബോഗൺവില്ല എന്നാണ്. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ വരുന്നതേ ഉള്ളൂ. അപ്പം ഓപ്പണിങ്, അങ്ങനെ ഉദ്ഘാടനം ഓപ്പണിങ് അങ്ങനെയൊന്നും വെച്ചിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല.
ഐ മീൻ അങ്ങനെയൊന്നും ഒന്നുമില്ല. ഇനിയിപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. കുറച്ചും കൂടി ബിൽഡ് ചെയ്ത് എടുത്തിട്ടാകുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. ഓക്കെ, ഇനിയിപ്പം ഞാൻ അതിൻ്റെ പണിയിലൊക്കെ കിടക്കട്ടെ ഗൈസ്. വർത്തമാനം പറഞ്ഞിരുന്നാലേ വർത്തമാനം പറയത്തേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഗൈസ് മേലത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ തളർന്നു പോയി, കാരണം വേർത്ത് കുളിച്ച് ഒരുമാതിരി ആയിട്ടിട്ട് ഫാൻ ഇട്ടുന്നേ ഉള്ളൂ. വേർക്കണം, എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് ഈ വേർക്കുന്നത്. എനിക്ക് വേണ്ടി ഇങ്ങനെ പൊട്ട് വെച്ച പോലെ 2 സൈഡും ഒരുപോലെ വന്നിട്ടുണ്ട്. മേലെ വരുന്നുണ്ട്, എല്ലാം അമർന്നിരുന്നതായിരുന്നു. ഞാനിപ്പോൾ പുറത്തുള്ള ഫുഡൊക്കെ കുറച്ചുകൊണ്ട് നല്ല ഇത് മാറ്റമുണ്ടായിരുന്നു. അപ്പത്തേനും ഞാൻ ചൂടെടുക്കുന്നത് പ്രാന്തടിക്കുന്നുണ്ട്. അപ്പോൾ അമ്മയും ഇല്ല, അച്ഛൻ ബാങ്കിൽ പോയി. അമ്മയും ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, അമ്മ വന്നില്ല, ഇനിയിപ്പോൾ വരും. ഞാൻ ഫുഡ് കഴിക്കട്ടെ. അതിനിടയിൽ വിളിച്ചിട്ടില്ല, മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പം വിളിക്കുന്നതിന് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യാം. അപ്പം വേറെ ഒന്നുമില്ല ഗൈസ്, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ എടുക്കാം. ഗൈസ്, ഞാനങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഞാനിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അമ്മ വരുമ്പോൾ ഒരു ലോഡ് സ്വീറ്റ്സൊക്കെ ആയിട്ട് കൊണ്ടുവന്ന ബേക്കറി ഐറ്റംസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കഴിച്ചു. ഞാൻ ഇതുവരെ ഇന്നലെ ഞാൻ പുറത്തുനിന്നൊരു ഫുഡ് കഴിച്ചു. അപ്പോൾ ഞാൻ ഇനി ഞാൻ കഴിക്കൂല, ഈ പണ്ടാരം ഇത് കൊണ്ടാന്നപ്പോൾ എനിക്ക് ഭയങ്കര പിടിച്ചിരിക്കാൻ പറ്റില്ല. അതിൻ്റെ സങ്കടത്തിലിരിക്കുക. 10 ദിവസം കഴിഞ്ഞാലൊരു പരിപാടി ഉണ്ട്, അപ്പത്തേക്കെങ്കിലും പോകുമെന്ന് വിചാരിക്കണം. ഇനി അങ്ങോട്ട് ഒന്ന് കഴിക്കാൻ പാടില്ല. ചോറും വിറച്ച് പോയി. ഞാൻ ചോറ് തിന്നാണ്ട് മേലത്തെ ആ പണി കഴിഞ്ഞ് ഇതാക്കി കുറച്ച് നേരം ഇവിടെ ഇരുന്ന്. അപ്പോഴത്തേക്ക് അമ്മ വന്ന് അത് കഴിച്ച്. പിന്നെ എനിക്ക് വേറെ എന്ന് വെച്ചാൽ ഞാൻ പോയിട്ട് ഫുഡ് കഴിച്ചു. ഇങ്ങനെ ഇരിക്കുന്നു. അയ്യോ, സങ്കടം വരുന്ന എനിക്ക്. ഓക്കെ ഗൈസ്, എന്തായാലും അമ്മ വന്ന് മേലെ കയറിയിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയോ സ്റ്റിച്ച് ചെയ്യാനുണ്ട്, കല്യാണത്തിൻ്റെ എന്തൊക്കെയോ ഉണ്ട്. അപ്പം മേലോട്ട് പോവാം, എന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്, അതൊക്കെ ചെയ്യട്ടെ. അപ്പം ഗൈസ്, വീട്ടിൽ കുറച്ച് സമയം എന്തൊക്കെയൊക്കെയോ ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ടൗണിലേക്ക് പോയതാണ്. കുറേ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു, അതൊക്കെ വാങ്ങിച്ചു. ഈ കാണുന്ന ഇതൊന്നും ആയിരുന്നില്ല. വരുമ്പം രാത്രിയായിരുന്നു. നമ്മൾ ഒരു 4 മണിക്ക് ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് 8:45 പുറത്ത് ഇറങ്ങിയപ്പം ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എനിക്ക് ഡ്രസ്സ് എടുക്കാൻ പോയതായിരുന്നു. എൻ്റെ പൊന്നോ, ഞാൻ എന്താ പറയുക, കുറേ ഇതൊന്നുമല്ല ഈ വീഡിയോയിൽ കാണുന്നതൊന്നുമല്ല, കുറേ ട്രയൽ ചെയ്തു. ഇതിങ്ങനെ കളർ ചേഞ്ച് ആയിരുന്നു. പക്ഷേ ഇത് വീഡിയോയിൽ കാണുമ്പോൾ നല്ല രസമുണ്ട്, പക്ഷേ ഷോൾ അത്ര വലിയ രസമില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക, കുറേ എനിക്ക് പറയാൻ പറ്റുന്നില്ല, അത്രയും ഞാൻ ഡ്രസ്സ് ട്രയൽ ചെയ്ത് നോക്കി. പക്ഷെ എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. അറ്റ് ലാസ്റ്റ് ഞാൻ ഏതെടുത്തതെന്ന് വെച്ചാൽ അമ്മ കയ്യിലിട്ടിട്ട് കണ്ട, അതാണ് ഞാൻ അതല്ല വേറെ ഇനി വരാൻ പോകുന്നതാണ് ഞാൻ എടുത്തിരിക്കണത്. എങ്ങനെയുണ്ട് ഗൈസ്? അപ്പോൾ ഗൈസ്, അറ്റ് ലാസ്റ്റ് ഞാൻ വീട്ടിലെത്തിയിട്ടൊക്കെയാണ് ഗൈസ്. വയ്യ, തലവേദനിക്കുന്നുണ്ട്, കാലൊക്കെ വേദനിച്ചിട്ട് പാടില്ല. അതിന് മാത്രം ഞാൻ അവിടെ എന്താ പറയുക, ഫാമിലിയിൽ കയറി നടന്ന് കുറേ ട്രയലൊക്കെ ചെയ്തിട്ട് അവസാനം ഒരു ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. അതേതാണെന്നൊക്കെ ഞാൻ കാണിക്കാം. അപ്പോൾ ഈ വീഡിയോ അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ചാൽ കുളിക്കണം, ഫുഡ് കഴിക്കണം, കിടക്കണം. അതന്നെ, വേറെ ഒരു ഇതുമില്ല. എല്ലാം അവിടെ തന്നെ കിടക്കുവാണ്. കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മുടെ ഇതിൻ്റെ എന്താ പറയുക, ഷോപ്പിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇനിയിപ്പോൾ നാളെ ചെയ്യാൻ കഴിയുള്ളൂ, കാരണം എനിക്ക് ഒട്ടും വയ്യ, തീരെ വയ്യ. അപ്പോൾ അമ്മ നാരങ്ങ വെള്ളമൊക്കെ കറക്കുന്നുണ്ട്. ഡ്രൈ ആയിപ്പോയി. ഞാൻ സാധാരണ ഒരു കുപ്പിയിൽ വെള്ളമൊക്കെ എടുത്തിട്ടോ അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കുമോ തോന്നുന്നു, പുറത്തുനിന്ന് വാങ്ങിക്കാനേ ചെയ്തില്ല. കുപ്പിയിൽ വെള്ളം എടുത്തില്ല, അത് കുറവാണ്. ഇവിടുന്ന് എടുത്ത് കൊണ്ടുപോകല് മടിയാണ്. അമ്മ നാരങ്ങ വെള്ളമൊക്കെ കലക്കിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ക്ഷീണം എന്ന് വെച്ചാൽ ഭയങ്കര ക്ഷീണമാണ്. തലവേദനിക്കുകയും ചെയ്യുന്നുണ്ട്. കാലിൻ്റെ അടി പോയി, എന്തും പറ്റില്ല, അങ്ങനെ വേദനിക്കുന്നുണ്ട്. കാരണം ബസ്സിൽ ഒരൊറ്റ സീറ്റ് കിട്ടിയില്ല. അങ്ങ് പോകുമ്പോൾ സീറ്റ് കിട്ടിയില്ല, വരുമ്പോൾ സീറ്റ് കിട്ടില്ല. അതുകൊണ്ട് അവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. പിന്നെ എന്തായിരുന്നു, പിന്നെ ഈ വീഡിയോൻ്റെ കണ്ടൻറ്റ് പ്രധാനമായിട്ടും ഇതാണ്. ഞാനൊരു ഇത് തുടങ്ങുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അതാണ്.
അതിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ കറക്റ്റ് എടുത്ത് വെച്ചിട്ട് വേറൊരു വീഡിയോൻ്റെ ഞാൻ കറക്റ്റായിട്ട് എല്ലാം പറയുന്നതായിരിക്കും. അപ്പം ഞാൻ നാരങ്ങ വെള്ളം കുളിച്ച് എന്തെങ്കിലും കഴിച്ചിട്ട് കിടക്കട്ടെ. ഇനി ഒന്നും വയ്യ, നടുവൊക്കെ പൊട്ടുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം ഗൈസ്. ബൈ ബൈ.